അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത 7 പ്രത്യേകമായ കാര്യങ്ങൾ, ജീവിതത്തിൽ പതിവാക്കേണ്ട, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാവേണ്ട 7 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒന്നാമതായിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും നിഷ്കളങ്കമായിക്കൊണ്ട് ജീവിക്കുക. നമ്മൾ ആളുകളുടെ ഇടയിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും നിഷ്കളങ്കത ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അതുപോലെ രണ്ടാമതായിക്കൊണ്ട് അല്ലാഹു പറയുന്നത് സ്നേഹത്തിലും ദേഷ്യത്തിലും നീതി കാണിക്കുക. നമ്മുടെ സ്വഭാവത്തിൽ നീതി പുലർത്തിക്കൊണ്ടായിരിക്കണം മറ്റുള്ളവരോട് പെരുമാറേണ്ടത്. മൂന്നാമതായിക്കൊണ്ട് ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. നമുക്ക് സമ്പത്ത് വരുമ്പോഴും ഇനി ദാരിദ്ര്യമാണെങ്കിലും ഉള്ളതുകൊണ്ട് ഉള്ളതുപോലെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നാലാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അക്രമം കാണിച്ചവന് മാപ്പ് കൊടുക്കുക. നമ്മെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ അവന് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബഹിഷ്കരിച്ചവനോട് സഹായിക്കുക. നമ്മെ ഒഴിവാക്കിയ ആളാണെങ്കിലും അവരെ സഹായിക്കാൻ വേണ്ടി നാം മുന്നോട്ടിറങ്ങണം എന്നുള്ളതാണ്. ആറാമതായിട്ട് അല്ലാഹു പറയുന്നത് കുടുംബ ബന്ധം മുറിച്ചവനോട് ബന്ധം പുലർത്തുക. സുലത്തു റഹിമ് എന്ന് പറയുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് അത്രയും വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ അവസാനമായിട്ട് ഏഴാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മൗനം ചിന്തയിലും സംസാരം ദിക്റിലും നോട്ടം ഗുണപാഠവുമാവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മൗനമായിരിക്കുമ്പോൾ അല്ലാഹുവിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ ദിക്റ് ചൊല്ലുക, അല്ലാഹുവിനു വേണ്ടി ദിക്റ് ചൊല്ലുക. അതുപോലെ ഹറാമും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഹലാലായ നോട്ടങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാകുന്ന നല്ല സ്വഭാവ ഗുണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.